എല്ലാവരും വിചാരിക്കുന്നത് പോലെ ഞാൻ കലാഭവൻ്റെ ഒരു പ്രോഡക്റ്റാണ് എന്നാണ് ശരിക്ക് കലാരംഗത്തുള്ള എല്ലാവരും അന്നും ഇന്നും എപ്പോഴും വിചാരിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും കലാഭവനിൽ ഞാൻ കുറച്ച് നാൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുന്നതിൻ്റെ പേരിൽ ഞാനും അത് അംഗീകരിക്കുന്നു. കാരണം ഞാൻ ആ ഒരു സന്തോഷം അല്ലെങ്കിൽ അഭിമാനമൊക്കെ എനിക്കുണ്ട്. സ്കൂളിൽ 6ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൊച്ചിൻ കലാഭവനിൽ പാട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഈ പറഞ്ഞ പോലെ അവിടെ കൊണ്ടുപോയി എൻ്റെ വാപ്പ കലാഭവനിൽ പാട്ട് പഠിക്കാനായിട്ട് ചേർക്കുമ്പോൾ അന്ന് ആബേലച്ചൻ വന്നിട്ട് എന്നെ കൊണ്ട് മോനേത പാട്ടൊക്കെ പാടണമെന്ന് ചോദിച്ചു. പാട്ട് പാടിച്ച് നോക്കിയിട്ടുണ്ട്. അതിനുശേഷമാണ് കലാഭവനിൽ പാട്ട് പഠിക്കാനായിട്ടുള്ളൊരു അവസരം ഉണ്ടാക്കി തന്നത്. കുറച്ച് നാളവിടെ പോയി അദ്ദേഹം എനിക്ക് തന്ന ഒരുപാട് പ്രോത്സാഹനങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കാര്യത്തിൽ തന്ന ഉപദേശങ്ങൾ ഇന്നും മനസ്സിൽ സൂക്ഷിക്കുന്നു. ജയകുമാർ കലാഭവനിൽ വണ്ടിയിലൊക്കെ പോകുമ്പോൾ ഒരുപാട് കോമഡികൾ വണ്ടിയിൽ പറയും, അതുപോലെ സ്റ്റേജിൽ പറയും, രസകരമായിട്ടുള്ള കോമഡികളൊക്കെ പറയും. അപ്പോൾ ജയകുമാർ വ്യത്യസ്തമായിട്ടുള്ള സ്റ്റാറുകളൊക്കെ ചെയ്യും, കലാഭവനിലുള്ള സമയത്തൊക്കെ ആണെങ്കിലും ചെയ്യും. അപ്പം ഇപ്പോൾ ജയകുമാർ കഴിഞ്ഞ ദിവസം ഞാനൊരു പ്രോഗ്രാം കണ്ടപ്പം നമ്മുടെ കോട്ടയം പ്രദീപ് എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റിനെ വളരെ മനോഹരമായിട്ട് ജയകുമാർ അനുകരിച്ച് കയ്യടി മേടിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ജയകുമാർ നമുക്ക് അതിൽ നിന്ന് തുടങ്ങാം. ഇതെന്നതാടാ, മഴവില്ലോ? നീ എന്നതാടാ, ടാറും കൊണ്ടാണോടാ പല്ല് തേക്കുന്നത്? മൂന്നാറുണ്ട്, ഊട്ടിയുണ്ട്, കൊടൈക്കനാലുണ്ട്. അയ്യോ, പുട്ടെന്ന് പറഞ്ഞാലേ ലൈറ്റ് പുട്ട്, റവപ്പുട്ട്, അരിപ്പുട്ട്, ഏതാ വേണ്ടത്? ഓക്കെ ജയമാറെ ബാലങ്ക് എന്തായാലും ആന്ധ്രാക്കാരൻ ഒരു സുന്ദരയന മറ്റോ നിന്റെ മകൻ ചിരികണ്ഠൻ അവനവിടെയുണ്ട്. അറിയാം, പറയില്ല, മകനല്ലേ? ഈ കെ നയനാരും ഈ കൃഷ്ണപിള്ളയും ഇന്നലെ ഇവിടെ വന്നിരുന്നോ? പോലീസിനെ തല്ലിയ കൈ ലേ. ഞങ്ങൾ ശരിക്കും ആബേലച്ചനായിട്ട് മാന്നാനത്തൊരു പ്രോഗ്രാം, ആബേലച്ചൻ ഞങ്ങളുടെ കൂടെ വരികയാണ്. വരാനുള്ളൊരു കാരണമുണ്ട്. കാര്യം അന്ന് അവിടെ അച്ഛൻ നോട്ടീസ് കിട്ടി, കലാഭവൻ രാഘവന് സ്വീകരണം മാന്നാനത്ത്. അപ്പോൾ ഈ രാഘവൻ എന്ന് പറയുന്ന ആൾ കലാഭവൻ്റെ ഗാനമേളയിലില്ല, മിമിക്സ് പീരീഡ് ഇല്ല. ഇത് ആരാണെന്ന് അച്ഛനാകപ്പാടെ സംശയം. അപ്പോൾ ഇങ്ങനെ ഇയാളെ ഇങ്ങനെ അന്വേഷിച്ച് ചെന്നപ്പോഴത്തേക്ക് ഒരു വീട്ടിൽ അവിടെ നിൽക്കുന്നു. അപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ വീട്ടിൽ ആ ചേച്ചിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇയാൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഇയാളെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യം ജയമാർ ചേട്ടൻ കലാഭവനിലും കളിച്ചിട്ടുണ്ടോ? ആബേലച്ചൻ വണ്ടി ഇരിപ്പുണ്ട്. അപ്പോൾ ആബേലച്ചൻ്റെ അടുത്ത് വന്നിട്ട് ഇയാളിങ്ങനെ അച്ഛനിങ്ങനെ ചോദിച്ചു, ഇയാൾക്ക് എങ്ങനെയാണ് ഈ കലാഭവൻ എന്ന് പേരിട്ട്? കലാഭവൻ രാഘവൻ, ഇയാൾ ഞങ്ങളുടെ ഗാനമേള ട്രൂപ്പിലൊന്നും വർക്ക് ചെയ്തിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ഈ കലാഭവൻ എന്ന് പേര്? അപ്പോൾ ഇയാൾ പറഞ്ഞു, അച്ചോ ഇന്നാൾ കലാഭവൻ്റെ ഗാനമേളയുടെ വണ്ടി ഒന്ന് പോയപ്പോൾ എന്നെ ഒന്ന് തട്ടിയായിരുന്നു. ഇവിടെ 2 രാഘവന്മാരുണ്ട്. അന്ന് പോലെ എന്നെ കലാഭവൻ രാഘവൻ എല്ലാവരും വിളിക്കും. അതെ അതെ. അച്ഛനെ കുറിച്ച് പറയുമ്പോൾ എനിക്കൊരു അനുഭവം പറയാറുണ്ട്. ഞാൻ കലാഭവനിൽ ഒരു ഇൻ്റർവ്യൂവിന് വരുവാണ്. അപ്പോൾ പ്രചോദമൊക്കെ ഉണ്ട്. ആ ഇൻ്റർവ്യൂ സമയത്ത് ഏതാണ്ട് ഒരു 100-120 പേര് ഇൻ്റർവ്യൂവിന് ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾക്ക് 2 പേർക്കും ചോറുണ്ണാനായിട്ടൊരു 15 രൂപ വെച്ച് തന്നു. അപ്പോൾ പ്രചോദി ചോദിച്ചു, ജയകുമാരെ നമ്മളെ എടുത്തോ? ഞാൻ പറയാം, എടുത്തു, ഇല്ലെങ്കിൽ പിന്നെ ചോറുണ്ണാൻ കാശ് കിട്ടത്തില്ലല്ലോ. ബാക്കിയുള്ളവർ കൊടുത്തിട്ടില്ല. ഞങ്ങളങ്ങനെ വാസിയിൽ നിന്ന് ചോറ് ഒക്കെ കൊണ്ടുവരുന്നത്. പിന്നെ ഒരു ദിവസം ഒരു അച്ഛൻ്റെ രസകരമായ ഒരു കോമഡി എന്ന് പറഞ്ഞാൽ, ഒരു ദിവസം അച്ഛൻ പറഞ്ഞ് ഇൻ്റർവ്യൂവിന് വേണ്ടി രഘുനാഥ് എന്ന് പറഞ്ഞ ഒരാൾ വന്നിരിക്കുകയാണ്. അപ്പോൾ പുള്ളി പറഞ്ഞ്, അച്ഛൻ ഞങ്ങളെല്ലാവരും വിളിച്ച് ഇൻ്റർവ്യൂവിന് വന്നിട്ടുണ്ട്, ഒരാൾ ഇങ്ങോട്ട് വരാം, എല്ലാവരും ഇങ്ങോട്ട് വരാൻ പറയും. അപ്പോൾ ഞങ്ങളന്ന് പരിപാടി ഉച്ച കഴിഞ്ഞുള്ളതുകൊണ്ട് എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളെന്ന് പറഞ്ഞ്, എന്താ ഇയാൾ ചെയ്യുന്നത്? ഞാൻ അച്ചോ ഈ തവള പിടിക്കുന്നത് ഒരു മോണാക്ട് പോലെ തവള പിടിക്കുന്നത് കാണിക്കുമെന്ന് പറഞ്ഞു. ഇയാൾ തന്നെ പെട്രോൾ മാക്സുമായിട്ട് ഒച്ചയൊക്കെ വെച്ച് ഭയങ്കരമായിട്ട് തവളയെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ചാക്കിൽ മറിച്ചിടാൻ നോക്കിയിട്ട് തെറിച്ച് ചാടിപ്പോകുന്നപ്പോൾ പിന്നെ തവളയെ പിടിച്ച് ചാക്കിലിടുന്നു. അവിടെ മുഴുവൻ ഓടി നടന്ന് ചെയ്യുമോ, തവളെ പിടിക്കുമോ? ഞങ്ങളാണ് ചിരിച്ചിട്ട് ഇടപാടും വിടുന്നത്. എല്ലാം കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, കൊള്ളാം, കുഴപ്പമില്ല, പക്ഷേ കലാഭവൻ ഇപ്പോൾ ഒരു ഗാനമേള ട്രൂപ്പും മിമിക്സ് ട്രൂപ്പും ഉള്ളൂ. ഒരു തവള പിടിക്കുന്ന ട്രൂപ്പ് ഇടുമ്പോൾ താങ്കളെ വിളിക്കാം. അത് കഴിഞ്ഞ് വൈകുന്നേരം പറയാ, ജോസഫേ മുറിയെല്ലാം മുറുക്കി അടച്ച് ശ്രദ്ധിച്ചോണം, അയാളുടെ തവള എവിടെയെങ്കിലും മിസ്സായി പോകണോ നോക്കണം. ആ ഒരു അനുഭവം തമാശ മറക്കാൻ പറ്റത്തില്ല.